എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പം അടിക്കണം കാരണം നോക്കി. നമസ്കാരം. സിദ്ദീഖിന്റെ 2018 ഒരു പത്രസമ്മേളനത്തിൽ സിദ്ദീഖ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും ആദ്യം അതൊന്ന് കേട്ട് നോക്കി, അതൊന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. അത് സിനിമാ നടികൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ്. എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പം അടിക്കണം കാരണം നോക്കി. ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. അന്ന് ധൈര്യം ഉണ്ടായില്ല, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേശ്ശെ ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത്. എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ അപേക്ഷ. ഈ പുരുഷന്മാരെല്ലാ സ്ത്രീകളുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് മുഴുവൻ ഇങ്ങനെ പീഡനം നടക്കുകയാണെന്ന് വിശ്വസിക്കരുത്. വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. അതിനെതിരെ അറിവുകൾ കിട്ടിയാൽ തീർച്ചയായിട്ടും അത് കേസാക്കുന്നുണ്ട്. എന്താണ് ഇവർ പോലീസിൽ പരാതിപ്പെടാത്തത്? പോലീസിൽ പരാതിപ്പെടേണ്ട കാര്യം പോലീസിൽ പരാതിപ്പെടണം. അടിപൊളി. പ്രവൃത്തിയിലും ഇതേ ഡയലോഗുകൾ കാണിക്കണം എന്ന് മാത്രമാണ് സിദ്ദീഖിനോട് പറയാനുള്ളത്. എന്താണ് ഇപ്പൊ ഈ പറയുന്നത്? പീഡിപ്പിക്കപ്പെട്ട ആളുകൾ, അതായത് ഇരകളുടെ കൂടെ കേരള സമൂഹം മൊത്തം ഉണ്ടാവും. അതിലൊരു സംശയമല്ല സിദ്ദീഖ്. കേരള സമൂഹം മൊത്തം ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് ജനുവിന് കേസാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ കേരള ജനത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ഇപ്പൊ എന്തായി? താങ്കൾക്കെതിരെ FIR ഇട്ട് ഇതാക്കണ്, ഇന്നലെ മുതൽ കാണുവാനില്ല, ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസുകളിൽ അങ്ങനെ വരുന്നത്. ഇപ്പൊ കുറച്ച് മുൻപ് താങ്കളുടെ ഫോൺ ഓണായി എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താണ് താങ്കൾക്ക് നിയമത്തിന് മുൻപിൽ കീഴടങ്ങാൻ ഇത്ര വലിയ ഭയം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം താങ്കൾ പറയുന്നുണ്ട് നിയമത്തിന്റെ കീഴിൽ പോകണം, പരാതി കൊടുക്കണം, അവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു കേസ് വന്നപ്പോ എന്താണ് താങ്കൾ ഒളിച്ചു കളിക്കുന്നത്? എന്തിനാണ് താങ്കൾ മാറി നിൽക്കുന്നത്? ആരെയാണ് താങ്കൾ ഭയപ്പെടുന്നത്? മടിയിൽ കനം ഉണ്ടായത് കൊണ്ടാണോ താങ്കൾ ഭയപ്പെടുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴോ താങ്കൾക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ടാവും. കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്തുകൊണ്ട്? അത് താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിക്ക് പോലും സംശയം തോന്നിയത് കൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. താങ്കൾ ഇര എന്ന് പറയുന്ന പെൺകുട്ടിയെ പോയി സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം കോടതിക്ക് ഉള്ളത് കൊണ്ട്, താങ്കളുടെ ഒക്കെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അധികാരങ്ങളുണ്ട്, അധികാരികളായിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ ഉപയോഗിച്ച് ഇതിന്റെ എല്ലാം തെളിവുകൾ താങ്കൾ നശിപ്പിക്കും എന്നുള്ളത് കോടതിക്ക് ബോധ്യമുണ്ടായത് കൊണ്ടാണ് താങ്കൾക്ക് മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നു. ഒളിവിൽ കഴിയാതെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വന്ന് ഇരകളാക്കപ്പെട്ടവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോലീസിന് മുൻപിൽ കീഴടങ്ങണം നിങ്ങളൊക്കെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വാക്കിലൊന്നും പ്രവൃത്തിയിലും മറ്റൊന്നുമായിട്ടല്ല മുൻപോട്ട് പോകേണ്ടത്. ഇതിൽ താങ്കൾ പറയുന്നതും താങ്കളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു യോജിപ്പും ഇല്ല എന്നാണ് പറയാനുള്ളത്. 1% പോലും അതിൽ യോജിപ്പില്ല. കാരണം താങ്കൾക്കെതിരെ പറഞ്ഞിട്ടുള്ള പീഡന പരാതി എന്ന് പറയുന്നത് ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകളാണ്. അവരാണ് ഇതിന് പരാതി നൽകിയിട്ടുള്ളത്. എന്നിട്ട് താങ്കൾ ഒളിച്ചു കളിക്കുകയാണ്. അപ്പൊ താങ്കളുടെ വാക്കും പ്രവൃത്തിയും എത്രത്തോളം ഉണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും വാക്കിലൊന്നും പ്രവൃത്തിയിലൊന്നും കാണിച്ചു കൂട്ടുന്ന താങ്കൾക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.